പരിശുദ്ധാത്മാവ് ദൈവമാണോ? പരിശുദ്ധാത്മാവ് പഴയ നിയമത്തിൽ ഉണ്ടോ? ക്രിസ്തുവിൻ്റെ മറ്റൊരു പേരാണോ പരിശുദ്ധാത്മാവ് എന്ന്? അന്ത്യനാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എപ്രകാരമായിരിക്കും എന്ന് തുടങ്ങി നിരവധി കാര്യങ്ങളിൽ ഇന്നത്തെ ക്രിസ്ത്യാനികൾ ചിന്താക്കുഴപ്പത്തിലാണ്. ഈ വീഡിയോയിലൂടെ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള 10 സത്യങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. സീക്കിംഗ് ട്രൂത്തിൻ്റെ മിനിസ്ട്രി ഇഷ്ടപ്പെടുന്നവർ, സീക്കിംഗ് ട്രൂത്തിനെ സപ്പോർട്ട് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ ദയവായി സീക്കിംഗ് ട്രൂത്തിനെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് വീഡിയോയിലേക്ക് തിരികെ വരാം. ഒന്നാമത്തെ സത്യം, സൃഷ്ടിപ്പിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമുണ്ടായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. പരിശുദ്ധാത്മാവ് സംരക്ഷകനും കൂടിയാണ്. രണ്ടാമത്തെ സത്യം, ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിലും പരിശുദ്ധാത്മാവ് പങ്കുവഹിച്ചു. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 35-ാമത്തെ വാക്യം. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. സൃഷ്ടിപ്പിൽ പരിശുദ്ധാത്മാവ് ഈ ഭൂമിയെ സംരക്ഷിച്ചതുപോലെ ക്രിസ്തുവിൻ്റെ ജനനത്തിലും പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു. പരിശുദ്ധാത്മാവിന് സൃഷ്ടിക്കാനും പുനർനിർമ്മിക്കുവാനും ശക്തിയുണ്ട്. മൂന്നാമത്തെ സത്യം, പരിശുദ്ധാത്മാവ് നമുക്ക് മാറ്റത്തിൻ്റെ അവസ്ഥ കൊണ്ടുവരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താൽ നമ്മുടെ സ്വഭാവങ്ങൾ മാറുന്നു. ഇതിനെ വീണ്ടും ജനനം എന്ന് പറയുന്നു. ഇത് നമ്മുടെ രക്ഷയ്ക്ക് അനിവാര്യമായ ഘടകമാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. യേശു അവനോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. അതിന് യേശു, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ സ്വഭാവങ്ങൾക്ക് മാറ്റം സംഭവിക്കുന്നു. കാറ്റ് അടിക്കുമ്പോൾ നമ്മൾ കാറ്റിനെ കാണുന്നില്ല എങ്കിലും ശിഖരങ്ങൾ ആടുന്നത് പോലെയാണ് അത്. അതുകൊണ്ട് കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. കാറ്റ് ഇഷ്ടമുള്ളിടത്തേക്ക് ഊതുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു, എങ്കിലും അത് എവിടെ നിന്ന് വരുന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും അറിയുന്നില്ല. ആത്മാവിനാൽ ജനിച്ചവരെല്ലാം അതുപോലെ ആകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. പരിശുദ്ധാത്മാവ് നമ്മുടെ പാപങ്ങളിൽ നിന്നും നമ്മെ പശ്ചാത്തപിച്ച് ഉപേക്ഷിക്കുവാൻ സഹായിക്കുന്നു. ക്രിസ്തു പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധ്യം വരുത്തും. അങ്ങനെ നമ്മൾ പരിശുദ്ധാത്മാവിനാൽ ശക്തി പ്രാപിച്ച് പുതിയ സൃഷ്ടികളായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കും. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം. ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. പരിശുദ്ധാത്മാവ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. ഇന്ന് ഈ ലോകത്ത് അനേകം മതങ്ങളും അനേകം ക്രിസ്ത്യൻ സമൂഹങ്ങളും നിലനിൽക്കുന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കും ഏതാണ് സത്യസഭയെന്ന്. പരിശുദ്ധാത്മാവ് നമ്മെ ക്രിസ്തുവിനായി സാക്ഷ്യം പറയാൻ ഒരുക്കും. അപ്പോസ്തല പ്രവൃത്തികൾ 1:8. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. പരിശുദ്ധാത്മാവ് സഭയ്ക്കായി ആത്മീക വരങ്ങളെ നൽകുന്നു. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം. ദൈവം സഭയിൽ 1-ാമത് അപ്പോസ്തലന്മാർ, 2-ാമത് പ്രവാചകന്മാർ, 3-ാമത് ഉപദേഷ്ടാക്കന്മാർ, ഇങ്ങനെ ഓരോരുത്തരെ നിയമിക്കുകയും
പിന്നെ വീര്യപ്രവൃത്തികൾ, രോഗശാന്തികളുടെ വരം, സഹായം ചെയ്യുവാനുള്ള വരം, പരിപാലന വരം, വിവിധ ഭാഷാവരം എന്നിവ നൽകുകയും ചെയ്തു. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം വാക്യം, അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. 4-ാമത്തെ സത്യം, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. പല സഭകളും പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയല്ല എന്നാണ് പറയുന്നത്. എന്നാൽ തിരുവചനം പറയുന്നു പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ് എന്ന്. ഒരു വ്യക്തിയുടേതായ പല സ്വഭാവ സവിശേഷതകളും പരിശുദ്ധാത്മാവിനുണ്ട്. ഉദാഹരണത്തിന് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 16-ാം വാക്യം, സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. ഒരു വ്യക്തിക്ക് സംസാരിക്കാനാകൂ. അതുപോലെ പരിശുദ്ധാത്മാവ് നമ്മുടെ പ്രാർത്ഥനകളെ കേൾക്കുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം വാക്യം, അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ച് കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. അതുപോലെ നമുക്ക് പരിശുദ്ധാത്മാവുമായി കൂട്ടായ്മ ആചരിക്കുവാൻ കഴിയുമെന്നും തിരുവചനം പറയുന്നു. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 13-ാം വാക്യം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങൾ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. നമുക്കൊരു വ്യക്തിയുമായി മാത്രമേ സൗഹൃദം സ്ഥാപിക്കുവാൻ സാധിക്കുകയുള്ളൂ. പരിശുദ്ധാത്മാവിനെ ക്രിസ്തു കാര്യസ്ഥൻ എന്ന് പറഞ്ഞിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 14-ാം വാക്യം, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ക്രിസ്തു സ്വർഗാരോഹണം നടത്തിയതിനു ശേഷം പരിശുദ്ധാത്മാവ് ക്രിസ്തുവിന്റെ സ്ഥാനം വഹിച്ച് ശിഷ്യന്മാരെ നടത്തുന്നു. ഇവിടെ ക്രിസ്തു എന്നത് ഒരു വ്യക്തിയാണ്. ആ ക്രിസ്തു മറ്റൊരു എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവും തീർച്ചയായും ഒരു വ്യക്തി ആയിരിക്കണം. 5-ാമത്തെ സത്യം, ക്രിസ്തുവും പരിശുദ്ധാത്മാവും വ്യത്യസ്ത വ്യക്തിത്വങ്ങളാണ്. ചിലർ വിശ്വസിക്കുന്നത് ക്രിസ്തുവും പരിശുദ്ധാത്മാവും ഒരേ വ്യക്തികളാണ് എന്നാണ്. എന്നാൽ തിരുവചനം പറയുന്നു ക്രിസ്തുവും പരിശുദ്ധാത്മാവും 2 വ്യത്യസ്ത വ്യക്തിത്വങ്ങളാണ് എന്ന്. അതുകൊണ്ടാണ് ക്രിസ്തു പരിശുദ്ധാത്മാവിനെ മറ്റൊരു കാര്യസ്ഥൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം 22 ജനമെല്ലാം സ്നാനം ഏൽക്കുകയിൽ യേശുവും സ്നാനമേറ്റു പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു, പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവെന്ന പോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു. നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി. ഈ വാക്യത്തിൽ നിന്നും വ്യക്തമാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും 3 വ്യത്യസ്ത വ്യക്തിത്വങ്ങളാണ് എന്ന്. ക്രിസ്തു വീണ്ടും പറയുന്നു മത്തായിയുടെ സുവിശേഷം 28-ാം വാക്യം, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും. പരിശുദ്ധാത്മാവിന് വ്യക്തികളെ പോലെ ഇമോഷൻ ഉണ്ട്. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2-ാം വാക്യം, നമുക്കു തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു, ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം വാക്യം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പിൻ നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയും വ്യത്യസ്തമായ ഒന്നും ആണെങ്കിലും പരിശുദ്ധാത്മാവ് ഒമിനി പ്രസന്റ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം എല്ലായിടത്തുമുണ്ട്. 6-ാമത്തെ സത്യം, പരിശുദ്ധാത്മാവ് ദൈവമാണ്. പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും വ്യത്യസ്തമായ ഒരു വ്യക്തി മാത്രമല്ല, പരിശുദ്ധാത്മാവ് ദൈവമാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം 3-4 അപ്പോൾ പത്രോസ്, അനന്യാസേ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിന്റെ വിലയിൽ കുറെ എടുത്തു വെപ്പാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയതെന്ത്? അത് വിൽക്കും മുമ്പേ നിന്റേതായിരുന്നില്ലയോ? വിറ്റ ശേഷവും നിന്റെ കൈവശം അല്ലാഞ്ഞുവോ? ഈ കാര്യത്തിൽ നീ മനസ്സു വച്ചതെന്ത്? മനുഷ്യരോടല്ല, ദൈവത്തോടത്രേ നീ വ്യാജം കാണിച്ചത് എന്ന് പറഞ്ഞു. പരിശുദ്ധാത്മാവിനെ ഇവിടെ പത്രോസ് അപ്പോസ്തലൻ ദൈവം എന്ന് വിളിക്കുന്നു. അതുപോലെ മറ്റ് 2 ഭാഗങ്ങളിലും പരിശുദ്ധാത്മാവിനെ ദൈവം എന്ന് പറഞ്ഞിരിക്കുന്നു. 2 പത്രോസിന്റെ ലേഖനം 1-ാം
അതിന്റെ 20-21 വാക്യങ്ങൾ തിരുവെഴുത്തിലെ പ്രവചനമൊന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രേ. ഇവിടെ പ്രവചനവും ദൈവവചനവും പരിശുദ്ധാത്മ പ്രേരിതമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. 2 തിമോഥെയോസ് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം, എല്ലാ തിരുവെഴുത്തും ദൈവശോസനീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവൻ ആകേണ്ടതിന്. ഇതിൽ നിന്നും പരിശുദ്ധാത്മാവ് ദൈവമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ പരിശുദ്ധാത്മാവിനെ കർത്താവ് എന്നും പറഞ്ഞിരിക്കുന്നു. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം, കർത്താവ് ആത്മാവാകുന്നു, കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യം ഉണ്ട്. പരിശുദ്ധാത്മാവ് ദൈവമാണ് എന്നതിന് തിരുവചനം അനേകം തെളിവുകൾ നൽകുന്നു. നമ്മൾ ഒരുപക്ഷെ ചിന്തിച്ചേക്കാം, പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും വ്യത്യസ്തമായിരിക്കുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് ദൈവമായിരിക്കുന്നത് എന്ന്. 7ാമത്തെ സത്യം, നമ്മൾ പരിശുദ്ധാത്മാവിനായി യാചിക്കണം അല്ലെങ്കിൽ ചോദിക്കണം. വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട എല്ലാവർക്കും വേണ്ടി ദൈവം പരിശുദ്ധാത്മാവിനെ വാഗ്ദത്തം ചെയ്യുന്നുവെങ്കിലും നമ്മൾ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം, അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നു എങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും. എല്ലാവരും പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമ്മൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതിനെ കുറിച്ച് തിരുവചനം പറയുന്നത് 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ. അങ്ങനെ നമ്മൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ മന്ദിരമായ നമ്മുടെ ശരീരത്തെ നമ്മൾ പരിപാലിക്കണം. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം, ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും, ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. പിന്നെ നമ്മുടെ ശരീരത്തെ നമ്മൾ തകർക്കുവാൻ പാടില്ല. പത്രോസ് അപ്പോസ്തലൻ പറയുന്നു, അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായം അതിന്റെ 32-ാമത്തെ വാക്യം, ഈ വസ്തുതയ്ക്ക് ഞങ്ങളും ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകിയ പരിശുദ്ധാത്മാവും സാക്ഷികളാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. നമ്മുടെ പാപങ്ങളെയെല്ലാം നമ്മൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാലും നമ്മൾ പരീക്ഷണത്തിൽ അകപ്പെട്ടുകൊണ്ടേയിരിക്കും. എന്നാൽ നമ്മൾ അതിനെ അതിജീവിക്കണം. ദൈവം നമ്മുടെ എല്ലാ അവസ്ഥകളും അറിയുന്നു. അതുകൊണ്ട് നമുക്ക് ദൈവഭാഗത്ത് നിൽക്കാം. 8ാമത്തെ സത്യം, പരിശുദ്ധാത്മാവ് നമ്മിൽ നിന്നും നഷ്ടപ്പെടുവാനും സാധ്യതയുണ്ട്. സങ്കീർത്തനങ്ങൾ 51:11, നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയുമരുതേ. ഇവിടെ പാപം ചെയ്ത ദാവീദ് രാജാവ് പരിശുദ്ധാത്മാവിനെ എടുക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം പരിശുദ്ധാത്മാവ് നഷ്ടമാകുന്നത് അപകടമാണ് എന്ന് ദാവീദ് രാജാവിന് അറിയാമായിരുന്നു. അറിഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവിനെതിരെ പാപം ചെയ്യുന്നത് ദൂഷണമാണ്. അത് ക്ഷമിക്കപ്പെടുകയില്ല എന്ന് കർത്താവ് യേശുക്രിസ്തു തന്നെ പറയുന്നു. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 29-ാമത്തെ വാക്യം, പരിശുദ്ധാത്മാവിന്റെ നേരെ ദൂഷണം പറയുന്നവനോ ഒരു നാളും ക്ഷമ കിട്ടാതെ നിത്യശിക്ഷയ്ക്ക് യോഗ്യനാകും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ക്രിസ്തുവിന്റെ സമയത്ത് പരിശുദ്ധാത്മാവ് ക്രിസ്തുവിലൂടെ പ്രവർത്തിച്ച അത്ഭുതങ്ങൾ യഹൂദ മത നേതാക്കന്മാർ കണ്ടു എങ്കിലും അവർ മിശിഹയിൽ വിശ്വസിച്ചില്ല. അതവർക്ക് ദൈവദൂഷണം, ക്ഷമിക്കപ്പെടാത്ത പാപമായി ഭവിച്ചു. 9ാമത്തെ സത്യം, പരിശുദ്ധാത്മാവ് നമുക്ക് എപ്പോഴും ലഭ്യമാണ്. ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായം അതിന്റെ 38-ാമത്തെ വാക്യം, ഫറവോൻ തന്റെ ഭൃത്യന്മാരോട് ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടുകിട്ടുമോ എന്ന് പറഞ്ഞു. സംഖ്യാപുസ്തകം 11:25, എന്നാറെ യഹോവ ഒരു മേഘത്തിൽ ഇറങ്ങി അവരോട് അരുളി ചെയ്തു, അവന്മേലുള്ള ആത്മാവിൽ കുറെ എടുത്ത് മൂപ്പന്മാരായ ആ 70 പുരുഷന്മാർക്ക് കൊടുത്തു. ആത്മാവ് അവരുടെ മേൽ ആവസിച്ചപ്പോൾ അവർ പ്രവചിച്ചു. പിന്നെ അങ്ങനെ ചെയ്തില്ല താനും. പരിശുദ്ധാത്മാവ് എപ്പോഴും ലഭ്യമാണ്. അത് പഴയ നിയമകാലത്തായാലും പുതിയ നിയമകാലത്തായാലും ഒരുപോലെ തന്നെയാണ്. പെന്തക്കോസ്തു നാളിൽ പരിശുദ്ധാത്മാവിന്റെ ആത്മമാരിയ സുവിശേഷം വേഗത്തിൽ വ്യാപിച്ചു. അതുപോലെ ക്രിസ്തുവിന്റെ വീണ്ടും വരവിന് മുമ്പും പരിശുദ്ധാത്മാവിനാൽ നമുക്ക് പിന്മഴയുടെ അനുഭവം ഉണ്ടാകും. സുവിശേഷം ശക്തമായി വ്യാപിക്കുകയും ചെയ്യാം. 10ാമത്തെ സത്യം, പരിശുദ്ധാത്മാവ് കലക്കത്തിന്റെ അല്ലെങ്കിൽ ചിന്താക്കുഴപ്പത്തിന്റെ ആത്മാവല്ല. ചിലർ പരിശുദ്ധാത്മാവ് ലഭിച്ചു എന്ന് പറഞ്ഞ് പല കോപ്രായങ്ങളും കാണിച്ചു കൂട്ടാറുണ്ട്.
1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 14-ാം അധ്യായം അതിൻ്റെ 33-ാമത്തെ വാക്യം, ദൈവം കലക്കത്തിന്റെ ദൈവമല്ല, സമാധാനത്തിന്റെ ദൈവം അത്രേ. അന്യഭാഷ, തുള്ളിച്ചാട്ടം, ഇതൊക്കെ അതിന് ഉദാഹരണങ്ങളാണ്. 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 14-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം, അതുകൊണ്ട് അന്യഭാഷകൾ അടയാളമായിരിക്കുന്നത് വിശ്വാസികൾക്കല്ല, അവിശ്വാസികൾക്കത്രേ. പ്രവചനമോ അവിശ്വാസികൾക്കല്ല, വിശ്വാസികൾക്ക് തന്നെ. നമുക്ക് അവരുടെ ഫലത്താൽ അവരെ തിരിച്ചറിയാനാകും. ഗലാത്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ, ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവയെന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. ഇതെല്ലാം ജഡത്തിന്റെ പ്രവൃത്തികളാണ്. എന്നാൽ ആത്മാവിന്റെ പ്രവൃത്തിയെക്കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നത്, ഗലാത്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 22 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ, ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. ക്രിസ്തു യേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോട് കൂടെ ക്രൂശിച്ചിരിക്കുന്നു. ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. അപ്രകാരം നമുക്ക് ആത്മാവിൻ്റെ ഫലങ്ങളെ പുറപ്പെടുവിച്ചുകൊണ്ട് ആത്മാവിൽ അനുസരിച്ച് നടക്കുവാൻ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.